അപ്പം നമ്മുടെ പൂളിൻ്റെ പണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിൽ ആദ്യം ഒരു ലെയറിൽ മെഷ് ഇടും, അത് കഴിഞ്ഞിട്ട് സൈഡിൽ 2 ലെയറിൽ കമ്പി അടിക്കും. അപ്പോൾ അടിയിലൊരു 4 ഇഞ്ചും സൈഡിലൊരു 8 ഇഞ്ചുമാണ് നമ്മൾ ചെയ്യണേ. തറയുടെ മേലെ തട്ടടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ള് എല്ലാം കമ്പിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ കോൺക്രീറ്റ് ഇടുന്നേക്കാൻ മുന്നേ ഇതുപോലെ ലെവൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും കോൺക്രീറ്റ് അല്ലെങ്കിൽ പല സ്ഥലത്ത് പല അളവായിട്ട് കിടക്കും. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ലെവൽ ചെയ്തു, 3 സൈഡ് ചരട് കെട്ടിയിട്ട് ഇങ്ങനെ ചരട് കെട്ടിയിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ്, ഈ പപ്പക്കായ ഉണ്ടോ, എന്ത് രസമല്ലേ. ഇത് നല്ല അടിപൊളി കാലാവസ്ഥയാണ്, അത്യാവശ്യം വെയിലുണ്ട്. അവർ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനുള്ള തത്രപ്പാടില്ല. ഒപ്പത അവിടെ ഇരിക്കുന്നുണ്ട് കോൺട്രാക്ടർ. അമ്മ അവിടെ അലക്കുണ്ടെന്ന് തോന്നി. ഇവിടെ ഒരു കൈതച്ചക്ക ഉണ്ടോ, എന്താ ഇതൊക്കെ പൂന്ന് തോന്നുന്നു, തേങ്ങ. ഉദ്ദേശം എത്ര ചെലവ് വരും ഇതിന്? ഒരു 3.5 ലക്ഷം രൂപ. 3.5 മൊത്തം കംപ്ലീറ്റ് കോൺക്രീറ്റും ഇത് മുഴുവൻ എന്താ വർക്ക് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്കിലും ഞാനൊരു ഒരു ഐഡിയയിൽ നോക്കാം. ഒരു 3.5 നമ്മളും വിചാരിച്ചതിന് അത്ര തന്നെയാണ്. കാരണം 1.5 ലക്ഷം രൂപ കോൺക്രീറ്റും പിന്നെ ഫിൽറ്ററിൻ്റെ വർക്കും ഏകദേശം ഒരു 1.5 കൂട്ടി 3.5 ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഫൈനൽ എത്രയാവുന്നു നമുക്ക്. ഇവിടെ ഓടിക്കളിച്ച് നടക്കണതിൻ്റെ ഇടയിൽ എൻ്റെ കാലും പൊട്ടി. നമ്മളിപ്പോൾ ഇവിടെ കൂട്ടണ ഇതുണ്ടല്ലോ, കൂട്ട്, അതെന്ന് പറയുന്നത് 8 കൊട്ട മണലും 5 കൊട്ട മെറ്റലും പിന്നെ അതിലേക്ക് 1 ചാക്ക് സിമെൻറ്റാണ്. 8, 5, 1 കറക്റ്റ് പറയുകയാണെങ്കിൽ 2,40,000 രൂപയാണ് ഇതുവരെ ചിലവായത്. അതിൽ 40,000 രൂപ ഇപ്പോൾ ആ പൂളിൻ്റെ പണിക്ക് പോയതാണ്. ബാക്കി ഇതുവരെയുള്ള പണിക്ക് കറക്റ്റ് 2 ലക്ഷം രൂപയുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഈ ഒരു മതിൽ കണ്ടോ, ഇതിൻ്റെ പണി, അതുമത്തെ നെറ്റിൻ്റെ പണി, അതിൻ്റെ മെറ്റീരിയൽസ്, പിന്നെന്താ, പിന്നെ ഇവിടെ സൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്യണ്ടായിരുന്നു, മറ്റേ JCB വന്നിട്ട് അതിൻ്റെ കൂലി, എല്ലാം ലേബർ ചാർജ്, ട്രാൻസ്പോർട്ട് ചാർജ്, പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ പണി, ഇതിൻ്റെ മെറ്റീരിയൽ, ഇതിൻ്റെ ലേബർ കാര്യങ്ങൾ, ഇതൊക്കെ കൂടി. പിന്നെ ഈ സെപ്റ്റി ടാങ്ക് ഒക്കെ ഇതിൽ പെടും. പിന്നെ നമ്മൾ ബൗണ്ടറി എല്ലാ സൈഡും കെട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പണി ഒക്കെ കൂടി ഇപ്പോൾ കറക്റ്റ് 2,40,000. അതിൽ പൂളിൻ്റെ മാത്രം ഇപ്പോൾ 40,000, ബാക്കി 2 ലക്ഷം. ഈ ചെടി കണ്ടോ നിങ്ങൾ, കുഞ്ഞു പൂ നിൽക്കണം, ഇവിടെയുണ്ട്. ഈ ചെടി കണ്ട, ഈ ചെടി കാട്ടിൽ നിൽക്കണം, നോക്കണ്ട, ഇവനെ ശരിക്ക് പടർത്തി കഴിഞ്ഞാൽ കണ്ടോ, ഈ വാഴ നിറച്ചത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല രസമല്ലേ സംഭവം, കാട്ടിലുണ്ടാവണമെന്നാണെങ്കിലും എന്ത് രസമല്ലേ. ഇതിനെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. കൊള്ളാലേ, ഇതിന് മണമുണ്ട് കേട്ടോ. പണിക്കാർക്കുള്ള കടി മേടിക്കണം. അപ്പോൾ കുറച്ച് പരിപ്പടിയും പഴംപൊരിയും അല്ല കിട്ടണ്ട എന്താന്ന് നോക്കിയിട്ട് മേടിച്ചിട്ട് വരാം. എന്താടാ നീ വരണ്ടേ? ടാറ്റാ. ഇതാണ് നമ്മുടെ
പ്രോപ്പർട്ടിക്കുള്ള മെയിൻ റോഡിൽ നിന്നുള്ള വഴി. നട്ടുച്ച നേരത്ത് ചായക്കടി മേടിക്കാൻ പതിയുറക്കയോ സോറി. വാർക്കയുടെ ദിവസമായിട്ട് വാർക്ക വീഡിയോ മാറി ഇത് ഫുഡ് വ്ളോഗ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. പരിപ്പുവട, ഉണ്ട, ഇത് ബോണ്ട, പിന്നെ പത്തിരി. വാവ്. ചായ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ചേട്ടന്മാർക്ക് ചായ വേണ്ട അത്രേ, അവർക്ക് നാരങ്ങ വെള്ളം മതിയെന്ന്. അപ്പോൾ കുറച്ച് നാരങ്ങയും പഞ്ചസാരയും മേടിച്ചിട്ട് വരാം. ഇപ്പോൾ ഉച്ച വരെ സമയം കൊണ്ട് ഏകദേശം പകുതിയോളം നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്.